ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഹുബ്ബുദ്ദുന്യാ, ദുനിയാവിനോടുള്ള സ്നേഹമാകുന്നു. രണ്ടാമത്തേത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാകുന്നു. രണ്ട് കാരണമാണ്. അസ്രായീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ആർക്കെപ്പോഴും സംഭവിക്കാമെന്നാണല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, പോകല്ലേ എന്ന് ചോദിച്ചാൽ എന്തേക്കാരം നമ്മളെ മറുപടി? വേണ്ട, നമ്മൾ വെറുതെ സങ്കല്പിക്കുക, നാളെ ഈ നേരം ആകുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് റെഡിയാകാം എന്നെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതല്ല, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്ങനെ? നാളെ ഈ നേരം മാരിസ്കാരം കഴിയുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് ഞാനൊക്കെ ഒന്ന് ലെവലാക്കും. വേണ്ട, അടുത്ത വെള്ളിയാഴ്ച രാവിലെ വന്നോളി, അപ്പോത്തിന് ഞാൻ റെഡിയാകാമെന്ന് പറയാൻ നമുക്ക് കഴിയോ? വേണ്ട, അടുത്ത മാസം ഈ ഡേറ്റിന് വന്നോളി, അപ്പോത്തിന് ഞാൻ ഒക്കെ ഒരു ലെവലിലെത്തിക്കാം എന്ന് പറയാൻ കഴിയോ? അതും വേണ്ട. അടുത്ത കൊല്ലം ഈ തീയതിക്ക് വന്നോളി എന്ന് പറയാനെങ്കിലും തയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ ആൾ ആരാണ് എന്നതിന് സൂറത്തുൽ ജുമയിൽ ഒരു അടയാളം പറയുന്നുണ്ട്. ആളുകൾ പറയും, ഞാൻ അള്ളാഹിൻ്റെ ആളാണ്, പടച്ചോൻ്റെ ആളാണ്, പടച്ചോൻ എന്നോടും നല്ല ഇഷ്ടമാണ്, എനിക്ക് പടച്ചോനൊന്നോടും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അള്ളാഹുവിൻ്റെ ആളുകളെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളം നബിയെ നിങ്ങൾ അവരോട് പറയുക, ഫതമന്നഉൽ മൗത ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹുവിൻ്റെ ആളുകളാണ്, റബ്ബാനിയാക്കളാണ്, റബ്ബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളോട് നബിയെ നിങ്ങളൊന്ന് പറയൂ, ഫതമന്നഉൽ മൗത, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മരിക്കാൻ തയ്യാറായി കാണി എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം.